വിവാഹിതരായ മക്കൾ വേർപിരിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കെട്ടുകളഴിക്കുന്ന ജപമാല എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ മേൽ ഇടപെട്ട സംഭവമാണ്. ആ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൻ്റെ മേലുള്ള കെട്ട് അഴിച്ചു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കെട്ടുകളഴിക്കുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മൾ അതിൻ്റെ നവനാൾ പുസ്തകം അടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആ കെട്ടുകളഴിക്കുന്ന ജപമാല വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പിരിയാൻ നോക്കിയപ്പോൾ ഒരു ജെസ്യൂട്ട് ഫാദർ ആ കുടുംബത്തിന് വേണ്ടി, കാരണം നിങ്ങൾ താലി കെട്ടുന്നത് കെട്ടാണ് അല്ലേ, ആ കെട്ട് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. കർത്താവേ, നിൻ്റെ മുമ്പിൽ സഭയുടെ അധികാരത്തിലെ കെട്ട് കിട്ടിയത്, ആ കെട്ടിനെ വേർപെടുത്താൻ അഴിക്കാനായിട്ട് പിശാചിനെ നീ അനുവദിക്കരുത്. പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെട്ടു. അവരൊന്നിച്ച് ജീവിച്ചു. അവരുടെ ചെറുമകൻ ഒരു വൈദികനായി. ആ വൈദികൻ പിന്നീട് അവൻ്റെ തലമുറയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇങ്ങനെ വലിയൊരു അത്ഭുതം നടന്നത്. അപ്പോൾ ആ വൈദികൻ ചെയ്തൊരു കാര്യമാണ്, എൻ്റെ കുടുംബത്തിൽ ഈ കെട്ടുകളഴിക്കുന്ന ജപമാലയിലൂടെയാണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ജീവിച്ചത്. ആ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മേൻ്റെയും മക്കളുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് ഈ കെട്ടുകളഴിക്കുന്ന ജപമാലയുടെ ശക്തിയെക്കുറിച്ച് അവൻ ലോകത്തെ അറിയിച്ചു.